പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൊച്ചു ത്രേസ്യ സ്പിരിച്വൽ സെൻറ്ററിന് വേണ്ടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ആത്മീയമായിട്ടുള്ള ഏകദേശം 50 വീഡിയോസ് നമ്മൾ ഇറക്കിക്കഴിഞ്ഞു. ഇനി മനഃശാസ്ത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞങ്ങൾ ഈ ദിനങ്ങളിൽ ആഗ്രഹിക്കുന്നത്. കാരണത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് മനഃശാസ്ത്രം എന്നാണ് മനഃശാസ്ത്രത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ആയിരിക്കുന്നതും ഇനി മനഃശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനും എല്ലാത്തിനും പിറകിൽ ഒരു കാരണമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു കുമ്പസാരകനും ആധ്യാത്മിക ഗുരുവും ഉണ്ടായിരുന്നു. ഒരു മലങ്കര അച്ഛനാണ്. അദ്ദേഹത്തിനും ഞാനൊരു ആധ്യാത്മിക ഗുരുവും കുമ്പസാരകനുമായിരുന്നു. ഞങ്ങൾ പരസ്പരം കുമ്പസാരിക്കും, ഞങ്ങൾ പരസ്പരം ആത്മീയമായിട്ടുള്ള ഉപദേശങ്ങൾ തേടും. ഒരു ദിവസം അദ്ദേഹം കുമ്പസാരവും തുടർന്നുള്ള ആത്മീയ ഉപദേശങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛനൊരു സൈക്കോളജിസ്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സ്കൂളിൽ അച്ഛനെ ഒരു കൗൺസിലറായിട്ട് നിയമിക്കുമായിരുന്നു എന്ന്. എനിക്ക് വലിയ പ്രചോദനമായിരുന്നു അത്. ഞാൻ സൈക്കോളജിയിലേക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ എടുത്തു. കൗൺസിലിംഗ് സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള പഠനം ആരംഭിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജിയിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തു. ഞാൻ അച്ഛൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്നു, അച്ഛാ, ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിയിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുണ്ട്. അച്ഛൻ ആ ജൂണിൽ തന്നെ ഒരു CBSE സ്കൂളായിരുന്നു, അവിടെ എന്നെ കൗൺസിലറായിട്ട് നിയമിച്ചു. ഇപ്പോൾ മനഃശാസ്ത്രത്തെക്കുറിച്ച്, സൈക്കോളജിയെക്കുറിച്ച് നിങ്ങളോട് പഠിപ്പിക്കാനായിട്ട്, നിങ്ങളോട് പറയാനായിട്ട് പോകുന്നതിൻ്റെ പിറകിലും ഒരു കാരണമുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ, അതുപോലെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരും എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, അച്ഛനൊരു സൈക്കോളജിസ്റ്റ് അല്ലേ, ഇപ്പോൾ സൈക്കോളജിയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അച്ഛൻ ഞങ്ങൾക്കും കുറച്ച് മനഃശാസ്ത്രത്തെക്കുറിച്ച് അറിയുവാനായിട്ട് ആഗ്രഹമുണ്ട്. എനിക്കതൊരു വലിയ പ്രചോദനമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഏപ്രിൽ മാസം മുതൽ മനഃശാസ്ത്രത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. നമുക്കറിയാം, മനഃശാസ്ത്രം എന്നാൽ മനസ്സിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ഒരു പഠനമാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ പെരുമാറ്റം, അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് മനഃശാസ്ത്രം. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, ഇവയെക്കുറിച്ച് ആഴത്തിലുള്ള പഠനമാകുമ്പോൾ മനഃശാസ്ത്രത്തിൻ്റെ പൂർണ്ണതയായി. ആരാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ 1832, 1920 കാലഘട്ടങ്ങളിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന വിൽഹം വൂണ്ടാണ്. വലിയ തത്വശാസ്ത്രജ്ഞനായിരുന്നു, വലിയ ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു. 1879 അദ്ദേഹം ജർമ്മനിയിൽ ഒരു ലബോറട്ടറി തുടങ്ങി മനഃശാസ്ത്രത്തിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുവാനായിട്ട്. ഐ ആം ദ സൈക്കോളജിസ്റ്റ്, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, ഞാനൊരു മനഃശാസ്ത്രജ്ഞനാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞതും വിൽഹം വൂണ്ട് തന്നെയാണ്. അതുകൊണ്ട് വിൽഹം വൂണ്ടിനെ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ആധുനിക ശാസ്ത്രത്തിൽ നമ്മൾ പറയുന്നു. ഇതേ സമയം തന്നെ 1842, 1910 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വില്യം ജെയിംസിനെയും മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് കണക്കാക്കുന്നുണ്ട്. ഇതിനൊരു കാരണമുണ്ട്. അമേരിക്കൻ ജനതയെ ഒരുപാട് സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു വില്യം ജെയിംസ്. ഇനിയും ഒരു മഹാനായ വ്യക്തിയുണ്ട്. 1856, 1939 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡാണ് മനസ്സിൻ്റെ 3 തലത്തെക്കുറിച്ച് നമ്മൾക്ക് അറിവ് നൽകുന്നത്: ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്.
ഇദ്ദേഹമാണ് മനസ്സിനെക്കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മനസ്സിൻ്റെ 3 ഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നത്. നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള വാക്കുകളാണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പോൾ ഈ 3 വ്യക്തികളും നമുക്കറിയാം. അതിനുശേഷം വന്ന ഇന്നും ആധുനിക മനഃശാസ്ത്രത്തിൽ ഒരുപാട് മനഃശാസ്ത്രജ്ഞന്മാരും ഒരുപാട് സ്കൂളുകളുമുണ്ട്. ഏകദേശം 400 സ്കൂളുകളുണ്ടെന്ന് പറയണേ. ഓരോ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കീഴിൽ വരുന്ന എല്ലാ വ്യക്തികളും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആശയങ്ങളുമായിട്ട് യോജിച്ച് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സ്കൂൾ എന്ന് നമ്മൾ പറയുക. അതുപോലെ 400 മനഃശാസ്ത്രജ്ഞന് നേതൃത്വം കൊടുക്കുന്നവരും അവരുടെ അനുഗാമികളുമുണ്ട്. അങ്ങനെ 400 മനഃശാസ്ത്രജ്ഞ സ്കൂളുകളുണ്ടെന്ന് നമ്മൾ പറയും ലോകത്ത്. ഇനി മനഃശാസ്ത്രത്തെ മനോവിജ്ഞാനം എന്ന് പറയും നമ്മൾ. മനോവിജ്ഞാനത്തിൻ്റെ വിവിധ ശാഖകളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ക്ലിനിക്കൽ സൈക്കോളജി അഥവാ ക്ലിനിക്കൽ മനഃശാസ്ത്രം. എന്താണ് ക്ലിനിക്കൽ മനഃശാസ്ത്രം എന്ന് ചോദിച്ചാൽ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, അതിനുള്ള ചികിത്സാരീതികൾ, അതിനെ നിയന്ത്രിക്കൽ, ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പഠന ശാഖയാണ് ക്ലിനിക്കൽ സൈക്കോളജി. ഇപ്പം നമ്മുടെ ഇടയിലോ നമ്മുടെ കുടുംബത്തിലോ ആരെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉള്ളവരാണെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, അതിൻ്റെ ചികിത്സാരീതികൾ ചിന്തിക്കുവാനായിട്ട്, അതുപോലെ അതിൻ്റെ നിയന്ത്രണത്തിനുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അരിത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു മനോവിജ്ഞാന ശാഖയാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി അഥവാ ബോധന മനഃശാസ്ത്രം. ഓർമ്മ, ബുദ്ധി, ഭാഷ, പ്രശ്നപരിഹാരങ്ങൾ ഇവയുടെ തലച്ചോറിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന ഒരു ശാഖ, മനോവിജ്ഞാന ശാഖയാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി. ഇനി മറ്റൊരു ശാഖയാണ് ഡെവലപ്മെൻ്റൽ സൈക്കോളജി, വികാസ മനഃശാസ്ത്രം. വികാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ അവൻ്റെ ശരീരം, മനസ്സ്, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ആഴമായിട്ട് പഠനം നടത്തുന്ന ഒരു മനോവിജ്ഞാന മേഖല ശാഖയാണ് ഡെവലപ്മെൻ്റൽ സൈക്കോളജി. ഇനി സോഷ്യൽ സൈക്കോളജി ഉണ്ട്, സാമൂഹിക മനഃശാസ്ത്രം. ഒരു വ്യക്തി സമൂഹവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവന് ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ അവനുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ. ഞാനൊരു ഡി അഡിക്ഷൻ സെൻ്ററിൽ 1 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഒരിക്കലൊരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ മദ്യപാനിയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, താൻ എന്താ മദ്യപിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെല്ലാവരും മദ്യപിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശത്തു നിന്നാണ് അവൻ്റെ വരവ്. അവൻ്റെ നാട്ടിലെല്ലാവരും മദ്യപിക്കുന്നതുകൊണ്ട് അവനും മദ്യപിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു മനോവിജ്ഞാന ശാഖയാണ് ബയോസൈക്കോളജി, ജീവശാസ്ത്ര മനഃശാസ്ത്രം. അതായത് ഒരു വ്യക്തിയുടെ ശരീരഘടനകൾ, നാഡീവ്യവസ്ഥ, തലച്ചോറ് ഇവയും അവൻ്റെ മനസ്സും അവൻ്റെ പെരുമാറ്റങ്ങളും എല്ലാം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കുന്ന ഒരു മനോവിജ്ഞാന ശാസ്ത്രശാഖയാണ് ബയോസൈക്കോളജി. പിന്നെ നമുക്കറിയാം പ്രസിദ്ധമായിട്ടുള്ള എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇന്ന് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു ശാഖയായിട്ട് വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഒരു 12-13 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ താല്പര്യമില്ല. നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടികളാണ്, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. ഉയർന്ന മാർക്ക് മേടിച്ചിരുന്ന കുട്ടികളാണ് ഇപ്പോൾ ഏറ്റവും താഴ്ന്ന മാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു കാരണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു മനോവിജ്ഞാന ശാഖയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇനി മറ്റൊരു മനോവിജ്ഞാന ശാഖയാണ് ഓർഗനൈസേഷണൽ സൈക്കോളജി. നമുക്കറിയാം
അന്യ ദേശത്തു നിന്ന്, അന്യനാടുകളിൽ നിന്നൊക്കെ കേരളത്തിലേക്കും ആളുകൾ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തൊഴിൽ മേഖലകളിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ബംഗാളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, അതുപോലെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവുക. പലരും ചേരുമ്പോൾ പല സംസ്കാരമാണ്, പല സ്വഭാവ രീതികളായിരിക്കും, പല വിധത്തിലുള്ള മനോഭാവങ്ങളായിരിക്കും. അപ്പോൾ ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് ഒരു ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായം വ്യവസായ മേഖലയിലുള്ളവരൊക്കെ തേടുന്നത് നല്ലതായിരിക്കും. ഇനിയുമുണ്ട് കുറ്റാന്വേഷണ വിഭാഗവുമായിട്ടുള്ള ഒരു മനഃശാസ്ത്രം. അതായത് ഇന്ന് ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ഒരുപാട് വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു മനഃശാസ്ത്രമാണ് ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇങ്ങനെ സൈക്കോളജിക്ക് വിവിധ ശാഖകളുണ്ട്. ആധുനിക ലോകത്ത് ഇപ്പോൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൈക്കോളജിയാണ് സൈബർ സൈക്കോളജി. നമ്മുടെ ഡിജിറ്റൽ മേഖലകൾ ഇന്ന് നമ്മളുടെ യുവാക്കളെയും നമ്മുടെ കുട്ടികളെയൊക്കെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റ്, മീഡിയ, ഗെയിം, ഇതെല്ലാം നമ്മുടെ കുട്ടികളെ ഒരുപാട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ഒരുപാട് സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച്, ഇതിനൊരു പരിഹാരം എന്ത് എന്നതിനെക്കുറിച്ചൊക്കെ ആഴമായിട്ട് ചിന്തിക്കുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ് സൈബർ സൈക്കോളജി. അതായത് ഡിജിറ്റൽ മേഖലയെക്കുറിച്ച് വളരെ വ്യാപകമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാഖയായിട്ട് വളർന്നു വരികയാണ്. ഇനിയൊരു ശാസ്ത്രശാഖയുണ്ട്, പാരാസൈക്കോളജി. അതായത് അനുബന്ധ മനഃശാസ്ത്രം. അത് വളരെ രസകരമായിട്ട് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്ന ഒരു മേഖലയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഇറ്റലിയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഏകദേശം എൻ്റെ വീടിൻ്റെ തൊട്ടരികത്തൊക്കെ ഒരു യുവാവ്, 45 വയസ്സുള്ള ഒരു യുവാവ് മരിച്ചു. പള്ളിയിൽ പോയി ദിവ്യബലിയൊക്കെ കഴിഞ്ഞു, വീട്ടിൽ വന്നു, ചായ കുടിച്ചു, നെഞ്ചുവേദന എന്ന് പറഞ്ഞു, അപ്പം തന്നെ മരിക്കുകയാണ്. ഇതേ വീട്ടിൽ ഇവർ വാങ്ങിയതാണ് വീട്. ഇതുപോലെ ആ കുടുംബനാഥൻ, അദ്ദേഹത്തിനും 45 വയസ്സുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റു, നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു, അദ്ദേഹം മരിച്ചു. അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു ശാഖ. ഇതുപോലെ ഒരുപാട് ജീവിതത്തിൽ പെട്ടെന്ന് മരിക്കുക, അല്ലെങ്കിൽ യുദ്ധങ്ങളും കലാപങ്ങളൊക്കെ ഉണ്ടാവുക. ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം പറയാം. ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് എന്തോ ഒരു ചെറിയ ഒരു പ്രശ്നമുള്ളതായിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആഴമായിട്ട് പഠിക്കുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ് പാരാസൈക്കോളജി. അപ്പം അങ്ങനെ മനഃശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് മനസ്സിലാക്കും തോറും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മനഃശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമ്മൾക്ക് വല്ല ഗുണവും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവബോധമുള്ളവരായിരിക്കാം. എറിക് ബെർൺ 1965 കാലഘട്ടങ്ങളിലെ ഒരു മനഃശാസ്ത്രജ്ഞനാണ്, അമേരിക്കക്കാരനാണ്. ഇദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഒരു വ്യക്തി തൻ്റെ ജീവചരിത്രം 4 വയസ്സാവുമ്പോഴേക്കും എഴുതി തീർക്കും. പിന്നെ 4 മുതൽ 7 വരെയുള്ള വയസ്സുള്ള ആ കാലഘട്ടത്തിൽ അദ്ദേഹം അതിന് തിരുത്തലുകളൊക്കെ നടത്തും. പിന്നെ 8 മുതൽ 12 വയസ്സുവരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം അതിനെ ഒന്നുകൂടി ഫോം ചെയ്യും. 13 വയസ്സ് മുതൽ ആ വ്യക്തി ഒരു സിനിമ പോലെ, നമുക്കൊരു സിനിമയെ നിർമ്മിക്കുന്നത് പോലെ ഉണ്ടല്ലോ, 4 വയസ്സാകുമ്പോഴേക്കും കുട്ടി അല്ലെങ്കിൽ വ്യക്തി അവൻ്റെ ജീവചരിത്രം എഴുതുന്നു. 4 മുതൽ 7 വരെയുള്ള പ്രായത്തിൽ അവൻ അതിനു വേണ്ട തിരുത്തലുകളൊക്കെ നടത്തുന്നു. 8 മുതൽ 12 വയസ്സിലുള്ള കാലഘട്ടങ്ങളിൽ അവൻ അതിനെ ഫോം ചെയ്യുന്നു. 13 വയസ്സ് മുതൽ അവൻ അതിനെ ജീവിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ പറയില്ലേ, എന്തു നല്ല മോനായിരുന്നു, ഇപ്പോൾ ഒരു വ്യക്തി അവനാകെ മാറി, എൻ്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാത്ത മോനായിരുന്നു, ഇപ്പം എന്നെ കാണുമ്പോഴേ മുഖം തിരിച്ചു പോകും. അതായത് അവൻ്റെ ജീവിതത്തിൽ ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ഈ ജീവചരിത്രം എഴുതുന്ന പ്രായം എത്ര? 4-ാം വയസ്സാണ്. 4 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കാണ്.
അപ്പോൾ അവന് വല്ല റീസൺ ഉണ്ടോ? റീസൺ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവൻ എഴുതിയ ഒരു ജീവചരിത്രം, അത് ബുദ്ധിയുള്ള കാലഘട്ടത്തിൽ അവൻ ജീവിക്കുക, അഭിനയിക്കുന്നതാണ് ജീവിതമെന്ന്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നതിനേക്കാൾ ബോധ്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് മനഃശാസ്ത്രം നമ്മളെ സഹായിക്കും. അത് നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമ്മെ സഹായിക്കും. ഇപ്പം ഇൻ്റർനെറ്റ്, മീഡിയ, ഗെയിമിനൊക്കെ അടിമപ്പെട്ട 12 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ നമുക്ക് എത്തിക്കേണ്ടിടത്ത് എത്തിച്ചാൽ, നമുക്കറിയാം അമേരിക്കയിലൊക്കെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവനൊരു ഡോക്ടർ ഉണ്ടാവും, അവനൊരു വക്കീലുണ്ടാവും, അവനൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവും എന്ന് പറയും. അതുകൊണ്ട് അവരുടെ കൈകളിലാണ് ആ കുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ഗെയിമിന് അല്ലെങ്കിൽ മീഡിയയ്ക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനൊക്കെ അടിമയാണെങ്കിൽ, അവൻ്റെ പ്രായം ഒരു 12 വയസ്സിന് താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവനൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പ്രകടമായ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ മനഃശാസ്ത്രത്തിൻ്റെ പഠനം നമുക്ക് അവബോധങ്ങളും ബോധ്യങ്ങളും ഉണ്ടാക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമ്മൾ അതിനെക്കുറിച്ച് അറിവുള്ളവരാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മനഃശാസ്ത്രത്തിൻ്റെ പഠനം നമ്മെ സഹായിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് തുടങ്ങുന്ന ഈ വലിയ സംരംഭം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കമൻ്റായിട്ട്. സാധിക്കുന്നത്ര വേഗത്തിൽ നിങ്ങൾക്കതിന് മറുപടി തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ഇതുവരെയും കൊച്ചു ത്രേസ്യ സ്പിരിച്വൽ സെൻറ്ററിന് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഈ സംരംഭത്തെ വൻ വിജയമാക്കി തീർക്കാനായിട്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കും എന്നുള്ള വലിയ വിശ്വാസത്തോടെ സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.